നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ അസ്റുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ കല്യാണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയല്ലേ, ലക്ഷ്മൊക്കെ എന്താ പറയല്ലേ, എന്താ വെച്ചാലേ ഇതിപ്പോൾ ഞാനാണ് പറയേണ്ടത്. നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതേപോലെ നമ്മളങ്ങോട്ട് തിന്നലാണ്. എന്തൊക്കെയാ കാട്ടിനത് ഒരു അല്ല അസർക്ക് നമ്മളോട് പറഞ്ഞേ, ഞാൻ ഈ കല്യാണം കഴിഞ്ഞ ആകെ മാറാൻ പോവാണ്, ഞാനൊരു പൂക്കി ബോയ് ഫ്രണ്ട് അസറന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ ആകെ മാറും. വിളിച്ചീനോ? വിളിച്ചീനി. സുഹൃത്തുക്കളെ 2 ദിവസമായിട്ട് ഒരാളെ കാണുവാനില്ല. കഴിപ്പിച്ച അന്ന് ഓർമ്മയുണ്ട്. നിക്കാഹ് കഴിഞ്ഞ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫുള്ള് പെണ്ണുങ്ങളെ ഷാള് പിടിച്ച് ഇങ്ങനെ നടക്കണതും കണ്ട് പിന്നെ ഞാൻ വൈക്ക് കണ്ടിട്ടില്ല. അപ്പം കണ്ടു കിട്ടുന്നവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, വിവരങ്ങൾ അറിയിക്കണം. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നിന്നും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നിന്നും അതുപോലെ കപ്പിൾ കഫേകളിൽ നിന്നും ഇങ്ങനെയുള്ള ലൊക്കേഷനുകളിലൊക്കെയാണ് യുവാവിനെ കാണാൻ സാധ്യത ഉള്ളത്. അപ്പൊ കണ്ടു കിട്ടുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മളെ വിവരം അറിയിക്കാം. ഹിൽ സ്റ്റേഷനിൽ പോയി കണ്ടിട്ടുണ്ടാവും, മുണ്ടാതിരിക്കണ്ടാവും. അതാ പറയാ, എന്തായാലും നമ്മളെ കൺവെട്ടത്തിൽ കൂടെ ഒന്നും എവിടെയില്ല. നമ്മള് കണ്ടിട്ട് ഇപ്പൊ 2 ദിവസമായി, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ നമ്മളെ കാണാതായ കൂട്ടുകാരനെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പരിപാടി എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി നമ്മളെ നിക്കാവും കല്യാണമൊക്കെ പരിപാടി എങ്ങനെയുണ്ടായി? അടിപൊളിയായിട്ടാണ് കഴിഞ്ഞത്. എല്ലാം കരുതിയ പോലെ. നമുക്ക് പിന്നെ ടയേർഡ് ഉണ്ടായിന്. ഒന്നാമത് വെച്ചാല് നമ്മൾക്ക് അത്യാവശ്യം നല്ല ലോങ് ഉണ്ടായിനി. കാരണം എല്ലാവർക്കും അറിയാലോ, കൊല്ലത്താണ്. 8 മണിക്കൂർ. നമ്മളെ നിലമ്പൂരിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 8 മണിക്കൂർ രാത്രി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 9 മണിക്കൂറൊക്കെ എടുക്കും. ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവരും അവിടെ എത്തിയില്ലേ. പിന്നെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ്. അതായത് ഇപ്പൊ ഇന്ന് നൈറ്റ് യാത്ര തുടങ്ങിയ നാളെ രാവിലെ അവിടെ എത്തി, നാളെ നിക്കാഹ്, പിന്നെ കൂടി അന്ന് രാത്രി തന്നെ എന്ത് ചെയ്യണം, റിട്ടേൺ പോരാണ്, പിറ്റേന്ന് രാവിലെയാണ് ഇവിടെ എത്തുന്നത്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഒരു 8-16 മണിക്കൂറോളം യാത്ര വന്നതിന്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇന്നലെ ഭയങ്കര ഒരു മന്ദപ്പേനി എല്ലാരും ഒരു പകുതി കട്ട്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ രാവിലെ വന്ന് നല്ലൊരു കുളി അങ്ങോട്ട് പാസ്സാക്കിട്ട് കിടന്നിട്ട് 12 മണിക്കാണ് ഞാൻ നീക്കണത്. ഉച്ചക്ക് അതായത് നമ്മള് വന്നപ്പോ ഏകദേശം 5 മണി ആയിക്കണ് അല്ലേ? 5 മണി കഴിഞ്ഞു. ഏകദേശം 6 മണി ഒക്കെ ആവാനേക്കണ് നമ്മള് വീട്ടിലെത്തിയപ്പോ. നമ്മൾ ഓരോക്കെ ഇറക്കിയാണ്ട് വന്നപ്പോത്തിന് പിന്നെ ഒരു ഹാലായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എനിക്ക് പകൽ ഉറങ്ങാൻ കഴിയൂല. ഞാൻ എന്നിട്ട് 10 മണിക്ക് തന്നെ. ഇങ്ങക്ക് എന്താ വെച്ചാല് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ഉറക്കൊഴിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഉറക്ക് പോവാന്നുള്ളതിന്റെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം 2 ദിവസം ഉറക്ക് കുറച്ച് കുറഞ്ഞ ഓക്കെയാണ്. 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എഴുതിയിരുന്ന് എത്ര വട്ടം ട്രിപ്പ് ഇടാൻ കൊണ്ടേ ഉറക്കൊഴിച്ചിരുന്നിട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. ഫിസിക്കലി നല്ല വീക്കോ. പക്ഷെ എന്നാലും നമ്മളെ യാത്ര സുഖകരമായിരുന്നു അല്ലെ, ആർക്കും വലിയ പ്രശ്നങ്ങളും. പിന്നെ ബസ് എന്താ വെച്ചാൽ നമ്മള് ബുക്ക് ചെയ്തത് വോൾവോ ബസ് ഇനി. അപ്പം സീറ്റൊക്കെ കടത്തി കടന്നുറങ്ങി പോയി. പിന്നെ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങളും ബസ്സിലായി. അങ്ങോട്ട് ഞങ്ങള് ട്രെയിനിൽ പോയി. കാരണം അസുറുവിന് ക്ഷീണം കാര്യങ്ങളൊക്കെ വരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞങ്ങളൊരു 5 ആൾക്കാർ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിൽ പോയി. റിട്ടേൺ ഞങ്ങള് എല്ലാവരും ബസ്സിൽ കയറി അല്ലേ. ബസ്സിലെല്ലാം എൻജോയ്മെന്റ് ചെയ്യും അല്ലേ, എല്ലാരും ഉള്ളതുകൊണ്ട് ഫുള്ള് ഡാൻസ് ഒക്കെ കളിച്ച് തുടങ്ങി. ഓഫായി കടന്നൊരിതുണ്ട്. അതായത് അർശുവിന്റെ ഒക്കെ മാസ്മരിക പ്രകടനം പണ്ടത്തെ അന്ന് റബ്ബർ ഡാൻസ് കണ്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഓണായണ്ടല്ലോ, അർശുവിനെ നമുക്ക് അടുത്ത് കിട്ടായിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മളെ കൂടെ എല്ലാ ദിവസവും എല്ലാ കാലത്തും ഉണ്ടാവും. വരും പരിപാടികൾ ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇനി നമുക്ക് കല്യാണങ്ങൾ അവസാനിക്കുന്നില്ല, ഒരുപാട് കല്യാണങ്ങൾ വരാനുണ്ട്. ആൾക്കാരൊക്കെ ഇതോടുകൂടി അവസാനിച്ചു. സുഹൃത്തുക്കളെ, കല്യാണങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനി ആർക്കൊക്കെ വരാല്ലേ നിങ്ങൾ ഇത് നിങ്ങൾ കുറെ ഗസ് ചെയ്തില്ല. കുറെ ആൾക്കാർ ഇത് ഗസ് ചെയ്ത് ശരിയായി, കുറെ ആൾക്കാർ വേറെ ആൾക്കാരെ പറഞ്ഞത് ശരിയായില്ല. അപ്പൊ ഇനി ആർക്കൊക്കെ വരാനുള്ളത് പലതും വേറെ നടക്കാൻ. അതെ അതിൽ പലതും സംഭവിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാ, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാ അല്ലെ, രേഖപ്പെടുത്തുക. അപ്പൊ പരിപാടിന്റെ വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടോ. അനുവിന്റെ വ്ളോഗിൽ കല്യാണത്തിന്റെ ഫുൾ വ്ളോഗ് ഉണ്ട് കേട്ടോ.
ഹനാൻസ് ഫാമിലിയിൽ പോയിങ്ങാണ്ട് എല്ലാവരും കാണുക. അതിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയണം, കാണാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. 2 മണിക്കൂർ ഒരു സിനിമേനെ അനുവിട്ടിക്കണ്, ഫുള്ള് 2 മണിക്കൂറിൻ്റെ വ്ളോഗ് ഇട്ടിക്കണ, നിക്കാൻ്റെ ഇത് ഫുള്ള് ഇട്ടിക്കണ അതിൽ. അപ്പം അനുവിൻ്റെ വക അസറുവിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ സർപ്രൈസ് ആയിട്ട് വണ്ടികൾ എത്തിച്ചു കൊടുത്തു. അസറുവിൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞത് നല്ല വണ്ടിയിൽ ഇറങ്ങണം എന്നൊക്കെ ഉള്ള. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണല്ലോ. ഞാൻ കല്യാണത്തിൻ്റെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയലുണ്ട്, എല്ലാവർക്കും ഒരേപോലെ ആവില്ല ഓരോരുത്തർ കല്യാണം എന്നുള്ളത്. പിന്നെ പോലെ ആവില്ല വേറെ ആൾക്കുണ്ടാവുക. അപ്പം ആ ആളെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. അത് എല്ലാവർക്കും ഒരേപോലെ ആവില്ല. നടത്തി കൊടുക്കാൻ നല്ല കൂട്ടുകാരുണ്ടാവുക എന്നുള്ളതും നമ്മളെ കൊണ്ടൊക്കെ കഴിയണ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മളിനി ഏത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ആ കാര്യത്തില് ഇവരൊക്കെ ഭയങ്കര ലക്കിയാണ് കേട്ടോ, കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കാന്. അപ്പൊ എന്താ വെച്ചാൽ ഞമ്മക്ക് എന്താ വെച്ചാല് നമ്മളെ കുട്ടികളെല്ലാരും ഹാപ്പി ആയി നിക്കണം എപ്പോഴും. അത് എല്ലാരും ഉണ്ടാവും അതില്. അനു ഭയങ്കര ഇതാണ്, എല്ലാരും എങ്ങനെ പരിഗണിക്കാം, എല്ലാരും എങ്ങനെ ഒപ്പം കൊണ്ടുനടക്കാം, ആർക്കൊക്കെ എവിടൊക്കെ എന്തൊക്കെ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞാണ്ട് സാധനങ്ങള് അവിടെ എത്തും. അപ്പൊ അതൊക്കെ അതിൽ എല്ലാവരും അതിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളാകും. അങ്ങനെയൊക്കെ ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകണം. നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എല്ലാ കാലത്തും പറ്റട്ടെ അല്ലേ. ഈ ഒരു നമ്മളെ ഈ ഒരു സൗഹൃദം ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ, നിലക്കെട്ടെ എന്നുള്ള ഇതിലൊക്കെ നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹർഷിക്കണ്ടോ ഇത് പറഞ്ഞിട്ടില്ല ഹർഷിയെ? ഇതാ കഴിഞ്ഞ അറേബ്യ മജ്ലിസ് കഴിഞ്ഞിരിക്കണ ഇപ്പൊ എത്തൂട്ടോ. ഓക്കെ, വെയിറ്റിംഗ് ആണോ? വിശക്കുണ്ടോ? മൂത്ത ഫുഡ് അടിക്കൂല നമ്മള്. ഇതായിരുന്നു ഇപ്പൊ എത്തും. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരാളെ എയർപോർട്ടിൽ എടുക്കാൻ വേണ്ടി വന്നതാണ് അർഷീനെ. നമുക്ക് കുറെ ആളുകൾക്ക് അല്ലെ, നമ്മളെ നിഹാലിന് കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല, അർഷിക്ക് ഒക്കെ ഓരോ പരിപാടികളിൽ പെട്ടുപോയി, കല്യാണം കൂടാൻ പറ്റിയില്ല. പിന്നെ അപ്പൊ അങ്ങനെ മിക്കിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മളെ കുറച്ച് അടുത്ത ആളുകൾക്ക് നമ്മളെ നിക്കാഹ് കൂടാൻ പറ്റിയില്ല. പക്ഷെ ഓരൊക്കെ കല്യാണത്തിന് എന്ത് ചെയ്യും ഉണ്ടാവും. ഈ ഇതിന് കൂടാൻ പറ്റാത്ത ആളുകളൊക്കെ കല്യാണത്തിന് ഉണ്ടാവും. ഇത് കൂടാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നില്ല. അപ്പൊ അർഷീനെ എയർപോർട്ടിൽ എടുക്കാൻ വന്നിട്ട് നമുക്ക് പോയേക്കാം. അപ്പോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുവിന്റെ ഫോട്ടോ ആണ് അല്ലേ. അപ്പം അബൈറ്റിന്റെ പരസ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എയർപോർട്ടിലേക്ക് വരുന്ന ഒരാള് അനുവിനെ കാണാതെ വരാനും പോകാനും പറ്റൂല. അതിന് യാതൊരു ഓപ്ഷനും നിങ്ങൾക്ക് ഇല്ല. അല്ലെങ്കിൽ കണ്ണടച്ച് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ കണ്ണടച്ച് വണ്ടിയിൽ ഇരിക്കണം. അപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തല മുതൽ ഒരു തല വരെ ഒരുപാട് അയ്യോ. അപ്പൊ നമ്മളിതാ നമ്മുടെ എല്ലാമായ അർഷീനെ, അതായത് അർഷി നമുക്ക് കല്യാണത്തിന് ഇല്ലാതെ വന്നത് നമുക്ക് ഭയങ്കര ഒരു മിസ്സാണ് കേട്ടോ. അതായത് നമ്മളെ കല്യാണരാമനാണ് ആര്? അർഷി. അർഷി എന്ന് പറഞ്ഞാല് ഒരു കല്യാണത്തിന്റെ A to Z കാര്യങ്ങൾ പ്ലാനിങ് ഫുൾ അർഷീന്റെ കയ്യിലേക്കാണ്. അത് ഏത് ഡ്രസ്സ് എവിടെ ഇടണം, എങ്ങനത്തെ ഡ്രസ്സ് എന്നൊക്കെ ഇടണം എന്നൊക്കെ അല്ലേ. ഇജ്ജ് എവിടെ നിൽക്കണത്? ഏത് പില്ലർ? 32. അപ്പൊ ഞാന് ഇവിടുന്ന് തന്നെ കറങ്ങേ. ഓക്കെ ഉള്ളു കയറി ഇപ്പൊ എത്തൂട്ടോ. സുഹൃത്തുക്കളെ, അർഷി നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു കല്യാണത്തിന്റെ A to Z ഒന്നാമെന്ന് വെച്ചാൽ ഓരോ ഫീൽഡ് അതാണ്. കല്യാണ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ, വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകളാകുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ ജിമ്മി ആയിട്ട് അർഷയായിട്ട് എല്ലാവരും ഉണ്ടോ, ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് നമ്മളപ്പം കൂടുതലില്ലോ. അപ്പോൾ ഓൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് അറിയാം. അപ്പം അർഷയാണ് നമ്മളിൽ അങ്ങനെ അഭിപ്രായം ഇങ്ങനെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ, ഡ്രസ്സ് അടക്കം ഏതൊക്കെ കളർ കോംബോ ആണെന്ന് വരെ പറയുന്ന ആൾ അർഷയാണ്. ആ അർഷിക്ക് എന്തിനു പറ്റിയില്ല, നമ്മളെ അസറുവിന്റെ നിക്കാഹിന് വിടാൻ പറ്റിയില്ല. കാരണം ലോക്കായതാണ് പാവം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരുന്നാണ്ട് കൂടിയ പോലെ ആണേനി. പക്ഷെ എന്നാലും നേരിട്ട് കൂടാൻ പറ്റാത്തൊരു സങ്കടം അർഷിക്ക് ഉണ്ടായിനി. പക്ഷെ അത് നമ്മൾ എന്തുമ്പോ തീർക്കും, കല്യാണത്തുമ്പോ തീർക്കും. നോക്കട്ടെ, പോയോക്കട്ടെ. 32 അല്ലേ? 32 ആണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു കൊടുത്ത അവരുടെ നിൽക്കുന്നുണ്ടാവും. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തി ഗൈസ്. 32 27 ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്താനായി 25 കുറച്ചുകൂടി ഫ്രണ്ടിലേക്കാണ്.
അങ്ങട്ടാണ് അങ്ങട്ടാണ് ഒരു മിനിറ്റ് ഇതാ വിളിച്ചാണ് ഹർഷേ 32 കഴിഞ്ഞു. എന്താ കാട്ടെ 20 എവിടെ വെക്കണ്? കൊറേ സാധനം ഉണ്ടോ കയ്യില്? ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ 20 മുന്നിലുണ്ട്. പുറത്ത് പോയി വരവേൽക്കും. വാലൈക്കും മുസ്സലാം മുത്തേ. എന്താ മൊത്തം ലോങ് ഡ്രൈവ്. അതല്ല ഈ ജയിലേക്ക് ഇറങ്ങിയത് ഞാനന്ന് ഒരു വർക്കിനൊക്കെ അതാണ് ഓസ്ട്രേലിയന്റെ ഡേറ്റ് മാറി. നമുക്ക് ഓളെ നമുക്ക് മഞ്ചേരി തട്ടി പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ നെക്സ്റ്റ് വീട്ടിൽ പോകണതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഫുള്ള് അർഷിന്റെ ലഗേജ് ഒക്കെ സ്ഥലമല്ല. അപ്പൊ നീ അത് ആദ്യം നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. അത് ലോക്ക തുറന്നോ ഈ ചാവി പിടിച്ചോ മങ്ങിച്ചോ ലുക്കായിട്ടോ ചൊർക്കൂടി. അതിന്റെ മേലെ വെച്ചാൽ മതിയോ? എന്നാ കയറി. അപ്പൊ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട നമ്മുടെ അർഷി ഇതാ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അർഷിയെ പറയ് എന്താ കല്യാണ രാവുകൾ. ഈ വരവ് എന്തിനൊക്കെയാണ്? ഒരു കല്യാണത്തിന് വന്നാണോ? അല്ല അല്ല ഒരുപാട് കൊറേ ആൾക്കാർ എന്നോട് വെച്ചിട്ടുണ്ടോ, അതായത് ഇന്റെ കല്യാണം അല്ലേ നിങ്ങളെ സംഭവട്ടങ്ങൾ ടീം അതിനെ വെച്ച് എന്താ വെച്ച് അല്ല നിങ്ങള് ഓരോ രാജ്യത്ത് കൂടെ പോയി നടക്കുക, നിങ്ങളെ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുക, നിങ്ങളൊരു ഭാഗ്യാണ്. അതിൽ ഞാനെന്ത് കൂട്ടി. അപ്പൊ ഒന്നാമത് എനിക്ക് വ്ളോഗ് കാണാൻ നേരം കിട്ടില്ല. അപ്പൊ വ്ളോഗിന്റെ അടിയിൽ കമന്റ് ഒക്കെ വരലുണ്ട് അർഷു അനാൻ അസറു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഞാന് എന്താണ് പിന്നെ ഇതൊക്കെ കാണുന്നത് ഗ്രൂപ്പിൽ ഇപ്പം ചെക്കന്മാര് ഇതിട്ടുള്ള ഇതൊക്കെ കാണുന്നത്. അതിൽ എന്നോണ്ട് ഏതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഭാഗ്യേ എന്താണ് ചെക്കന്മാര് ഫുൾ സെറ്റ് ചെയ്യാ, നിങ്ങൾ കല്യാണത്തിന് അന്നാ വന്ന് കൂടിയാ മതി, എല്ലാരും ഡ്രസ്സ് അടിച്ച് സെറ്റാക്കി വെക്കുക. എന്താ വെച്ചാ ചെക്കന്മാര് ഡ്രസ് കോഡിന്റെ ഒരു റീൽ എന്തോട്ടി ഓല ഫിറ്റ് ചെക്കിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ടിട്ട് പറയണത്. അപ്പൊ സുഹൃത്തുക്കളെ അർഷിന്റെ കല്യാണാണെന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാല് ഞാനും അസറും ഡിസ്കസ് ചെയ്തു. ഞങ്ങളൊരു ദിവസം വീട്ടിക്ക് ഇമ്മ കൊറേ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ട് ഞങ്ങളോട് തിന്നാൻ വരാൻ പറഞ്ഞില്ലേ. അന്ന് നമ്മളാ ടേബിൾ എന്ന് പറയണ്ടല്ലോ, ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആ ഷോർട്സ് എന്ത് ചെയ്തിക്കണേ ഇപ്പൊ ഒന്ന് കത്തി. അതിലാണ് കൊറേ ആൾക്കാർ എന്താ ചെയ്തത്, അത് എന്റെ എൻഗേജ്മെന്റിന്റെ എന്തെങ്കിലും പരിപാടിയാണോ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് അർഷിന്റെ പേര് വന്നത്. പിന്നെ കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാരുടെ പേര് വരണേ. ചിലവരുണ്ട് അഫിന്റെ ഒക്കെ പേര് വരണം. പൊന്നാറ് സുഹൃത്തുക്കൾ ആ ചെങ്ങയ്ക്കൊക്കെ 19 വയസ്സായിട്ടുള്ളൂ. മോന്റെ ഏട്ടന്മാര് രണ്ടാൾ കെട്ടാനും ഉണ്ട്. അപ്പൊ അഫിനെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആയി. അവസാനം അസറു ആണെന്നുള്ള ആര് ഇപ്പൊ എല്ലാരും പറഞ്ഞു. പക്ഷെ അസറും ടീം നിക്കണില്ല. അതാണ് നമുക്ക് പറയാൻ വരാൻ പോകുന്നത്. ഇപ്പൊ ഖത്തറിന്ന് വന്നത് ഈ ഒരു ടിക്കറ്റ് എടുത്തത് നല്ല മുതലാവില്ല. കാരണം 3-4 കല്യാണങ്ങൾ കൂടിയിട്ട് പോവാ ഒറ്റ വരവിൽ. ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്? ഇല്ല സീനാട്ടോ. അതായത് ഞമ്മള് പുറത്ത് നിൽക്കുമ്പോ ഇവിടെ ഒരു പരിപാടി എടുക്കുമ്പോഴല്ലോ എനിക്ക് ഫസ്റ്റ് സാധനം കിട്ടിയ പാത്തുന്റെ കല്യാണത്തിന്റെ ടൈമിലാ. കാരണം ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാത്തുന്റെ കല്യാണം. അപ്പൊ എന്താണ് ആ ടൈമിലൊക്കെ നല്ല ഇരുന്നുണ്ടായിരുന്നു. എല്ലാരും കല്യാണം ആ മൂഡ് ശരിക്കും അത് വേറെ തന്നെ ഒരു ഫീലാ. ഒന്നാമത് പറഞ്ഞാൽ കല്യാണത്തിന് ഇജ്ജില്ലെങ്കിൽ തന്നെ ഒരു ഇതായി. കാരണം കല്യാണത്തിന്റെ കാര്യങ്ങൾ ഫുൾ സെറ്റ് ആക്കുന്ന ഇജ്ജാണ്. ഞാൻ ഇപ്പൊ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇജ്ജില്ലാത്തിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് അത് ഞമ്മക്ക് എല്ലാവർക്കും നമ്മളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് നമ്മൾ പുറത്തു വേറെ തന്നെ ഒന്നാം തരോ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മള് കാണല്ലേ. സീനാണ് ആ ഒരു സാധനം കിട്ടും നമുക്ക്. ഇതേപോലെ അപ്പം അർഷു വരുന്നത് പറഞ്ഞത് അർഷിനോടാണ് കേട്ടോ. അർഷു വരുന്നത് കോമഡി. അർഷിനോട് എന്താണ് പറഞ്ഞ് എടാ ജാരോടും പറയരുത് ഫസ്റ്റ് ടിക്കറ്റ് അയച്ചു തന്നേ. അപ്പൊ ഞാനിത് എന്തൊക്കെ മനസ്സിലായില്ല. അപ്പൊ തന്നെ ഡോൺ വിളിച്ചേ. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിക്കണേ ഇപ്രാവശ്യം സർപ്രൈസ് കൊടുക്കുന്ന ചെക്കന്മാർക്കാണ്, പെരക്കാർക്കല്ല. ഇനി പെരക്കാർക്ക് സർപ്രൈസ് കൊടുത്താൽ പിന്നെ പേര് ഇത് പുറത്താക്കും ആ മോഡില്ലേ. അതില് പെരക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ ഓൾറെഡി എന്താണ് ഇതിന് മുമ്പ്
നിക്കാന് കൂടാൻ ഞാൻ എത്തിയിന്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കൊരു വർക്ക് വന്ന് പിന്നെ എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നത്. അപ്പൊ ഞാന് പറഞ്ഞ് ഞാന് ഈ ഡേറ്റിന് എത്തും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എത്തും, അപ്പൊ ഞാനാണ് എടുക്കാൻ വരാം. എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്നോ, പിന്നെ നമുക്ക് പിറ്റേ ദിവസം നേരെ നിക്കാഹിന് ഞാന് സ്കീം എന്തെങ്കിലും കാട്ടിട്ട് നിക്കാഹിന്റെ അങ്ങോട്ട് എന്നെ എത്തിച്ചാ, എന്നിട്ട് നേരെ സ്റ്റേജിൽ കയറുന്ന രീതിക്ക് എന്തെങ്കിലും പ്ലാൻ ആക്കാറുണ്ട്. അങ്ങനെയാണ് ഉണ്ടായിരുന്ന പ്ലാന്. അതില് എന്താണ് ഇത് എനിക്ക് വർക്ക് വന്ന് ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന്. അതിലെന്തായിട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത ഞാൻ പറഞ്ഞു എന്നാ നബീലിനോട് പറഞ്ഞു, നബീലാണ് എടുക്കാൻ വന്നോളും പറഞ്ഞു. അതിൽ ഇവര് കളിക്കുക, ഫുട്ബോൾ കളിക്കുന്ന ടൈമില് വണ്ടൂർ അവിടെ ഇവിടെ ഫുട്ബോൾ കളിക്കവല്. അപ്പം നബീൽ കളിക്കൂലല്ലോ. അപ്പൊ മനസ്സിലായി ഇവര് കളിക്കുമ്പോ നബീൽ കളിക്കൂല. അപ്പൊ നബീൽ വിളിച്ചു ഞങ്ങള്. അപ്പൊ നബീൽ വിളിച്ച് നബീലിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കോളില് വെറുതെ അർശന ആഡ് ചെയ്ത്. ഞങ്ങളൊരു കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ അർശന ആഡ് ചെയ്തപ്പോ അർശു പറഞ്ഞ് നബീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ അങ്ങനെ വരുന്നുണ്ട്, ഇജി ഇന്നെ എടുക്കാൻ വരുമോ എന്നുള്ള രീതിക്ക്. ഇജി പിന്നെ ആരോടും പറയാതില്ല രീതിക്കും പറഞ്ഞു കൊടുത്ത്. അങ്ങനെ നബീല് പിന്നെ ഫുൾ ബിസിയായി, കടയിൽ ആരും ഇല്ലാന്നിട്ട് നബീല് ബിസിയായി. അങ്ങനെ ലാസ്റ്റ് കൊണ്ട് വീട്ടുകാരെന്നെ എടുക്കാൻ വന്നില്ലേ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അവനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞാൻ അർഷനോട് പറഞ്ഞേ, അർഷോ ഓരോട് എന്നോട് പറയാൻ എനിക്ക് ഇന്നോട് പറഞ്ഞോടേനോ. കാരണം കൊല്ലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് അടക്കം അർഷന് ഇല്ല. അത് എന്നിട്ട് ലാസ്റ്റ് ഇവന്റെ ഓൻ ഇല്ലാന്ന് പറഞ്ഞോണ്ട് ഓന്റെ പകരം കയറ്റി. അല്ല ഞാൻ അവനോട് ചോദിച്ചീനെ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അതായത് ഇവരിങ്ങനെ ട്രെയിനിൽ പോകാനാ പ്ലാന്, അന്റെ എന്ത് കാട്ടണ ചോദിച്ചു. അതിൽ ഓൻ പറഞ്ഞത് നാട്ടിൽ എത്തട്ടെ, എന്താ അതിനനുസരിച്ച് കാട്ടാം. ഓനത് ട്രെയിൻ ടിക്കറ്റ് അപ്പെടുക്കുന്ന സാധനമാണ് ഇതാ. അതില് അങ്ങനെ ഇതാക്കി ലാസ്റ്റ് വീട്ടുകാരന്ന് പിന്നെ എന്താണ് ഓണ്ട് പിന്നെ വിളിച്ചിട്ട് എനിക്ക് ഓൻ നാട്ടിലെത്തിയിട്ട് സംഭവം പൊളിഞ്ഞിക്കണ് കൊണ്ടാറിന്. അതിലെന്താ ചോദിച്ചു ബാസിലും അസറൊക്കെ പെരീക്കാ നിക്കണേ. ബാസിലും അസറൊക്കെ പെരീക്കാ നിക്കണേ. ഒന്നല്ലേ ഓല് അറിഞ്ഞിക്കണേ, അല്ലെങ്കിൽ സംഭവം ഇങ്ങനെ അറിഞ്ഞിക്കണാറിന്. അതിനാണ് അറിയാൻ ചാൻസ് ഇല്ല. ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല, നബീലും പറഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ അറിയാൻ ചാൻസ് ഇല്ലല്ലോ പറഞ്ഞേ. അതില് പിന്നെ അവൻ പറഞ്ഞ് നിങ്ങള് ക്ലബ്ബ് കയറിന്നോ, ക്ലബ്ബ് പോയ വണ്ടി തിരിച്ചിട്ട് ക്ലബ്ബിക്ക് വന്നാറിന്. അതില് അവന് എന്താണ് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം എന്താണ് എങ്ങനെ അറിയാനൊരു വഴിയില്ല. അതിലവൻ പറഞ്ഞ് ചിലപ്പോ എയർപോർട്ടിൽ നിന്ന് പോന്നപ്പോ ചിലപ്പോ ആരെയും കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടില്ലേ ഓനെ തന്നെത്താലെ. അതായത് ഞമ്മളൊന്ന് വന്നപ്പോ സത്യം പറഞ്ഞാൽ അത്രയും ഷോക്ക് ആയിക്കണേ. നമ്മൾക്ക് ഒരു സൂചന കിട്ടിയില്ല. ഇജ്ജ് എന്തുകൊണ്ടാ കല്യാണത്തിന് വരാഞ്ഞെന്നുള്ള പറഞ്ഞെടുത്താ. ഞാനിപ്പോ ആൾക്കാർക്ക് അറിയണ്ട്. എനിക്കൊരു ചോദിക്കുന്നുണ്ട്, ഇജില്ല, നിഹാലില്ല, മിക്കില്ല. ഞാന് കല്യാണത്തിന് നിക്കാന് വരാത്തതിന് കാരണം എനിക്കൊരു ഖത്തർ ഫുട്ബോൾ ക്ലബിന്റെ ഒരു വർക്ക് കിട്ടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് അപ്പൊ അത് ഗുഡ് വർക്കായിരുന്നു. സോ അപ്പൊ അങ്ങനെ ഓസ്ട്രേലിയക്ക് പോയിട്ട് ആവശ്യം വന്നേ. ഓസ്ട്രേലിയക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അത് 8-ാം തീയതി എത്തുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എത്തും. അതെ. അപ്പൊ അതിലൊരു കളി അങ്ങോട്ട് മാറി. അപ്പൊ മൊത്തത്തിൽ മാറി, നിർത്തി പോരാൻ പറ്റും. പിന്നെ എന്റെ വേറെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഓന്റെ പാസ്പോർട്ടിന് എന്താ ഇഷ്യൂ ആയിക്കൊണ്ട് ഓനക്ക് വരാൻ പറ്റിയില്ല. അപ്പോ യെസ്, അങ്ങനെ ഞാൻ എന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ് പോരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അല്ല എന്നുള്ളതില് അതില് അങ്ങനെ മൂഞ്ചി. അപ്പോ അതാണ് ഉണ്ടായത്. അതേപോലെ നിഹാലിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു വർക്ക് വന്നു. അതെ. അപ്പൊ അതായത് ഈ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ കരിയറിന്റെ ഇമ്പോർട്ടന്റ് സാധനങ്ങളായതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്ക് കല്യാണത്തിന് ആരെങ്കിലും വർക്ക് എടുക്കോ ഇല്ലല്ലോ. അപ്പൊ നിഹാലിനും അതേപോലെ ഇപ്പോഴൊക്കെ നമുക്ക് നല്ല വർക്കുകൾ ഉള്ള ടൈമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കല്യാണം ഇപ്പൊ ഫ്രീ എടുക്കാൻ പറ്റുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്നത്. നിഹാലിനും അതേപോലെ തന്നെ ഓന്റെ കരിയറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് ഇപ്പൊ ഓനെ ഒരു വർക്കിൽ പോയത്. അതുകൊണ്ടാണ് അസറുവിനെ നിൽക്കാൻ നിഹാൽ വരാവുന്നത്. പക്ഷെ നിഹാലിന്റെ ഉമ്മ അനിയന്മാരും എല്ലാരും വന്ന് അടിപൊളിയാക്കി. നിഹാലിന്റെ അസാന്നിധ്യം ഓല സാന്നിധ്യത്തിൽ ഒരു ഉഷാറാക്കിയാണ്ട് പോയി. പിന്നെ മിക്കും ഈ പറഞ്ഞ പോലെ ഈ മാസം എല്ലാവർക്കും അറിയാം കല്യാണ സീസണാണ്. അതായത് ഇവരൊക്കെ ഓരോ പരിപാടി നമ്മൾ പറയുന്നുണ്ട്. നമ്മളൊപ്പം എല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും ഓരോരോ ജോലി വർക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് നമ്മളൊക്കെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒപ്പം കാണലും പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മിക്കിക്ക് ഇതേമാതിരി എന്താണ് സീസൺ ടൈമാണ്, നല്ല തിരക്ക് പിടിച്ച വർക്കിൻ്റെ ടൈമാണ്. അപ്പോൾ ഓനെന്ത് ചെയ്തു,
ഒഴിവാകാൻ പറ്റാതെ ആദ്യം ഏറ്റെടുത്ത കുറച്ച് വർക്കിന്റെ തിരക്കില് ഓനും പെട്ട്. പക്ഷെ ഇതൊക്കെ നമ്മളൊരു 2 ദിവസം കൊണ്ട് മാറ്റാൻ പോവുകയാണ്. അതെ, അത് ഈ വിടവൊക്കെ നികത്തി ഇല്ലാത്ത ആൾക്കാരും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഇനി വരാൻ പോണ പരിപാടികൾ, ഇനി പരിപാടികൾ വരാൻ പോണ സുഹൃത്തുക്കളെ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കല്യാണങ്ങൾ വരാണ്ട്, അതില് ഒന്ന് ഇന്റെ ഒരു പരിപാടി വരും. അത് നമ്മള് ഡേറ്റ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, പക്ഷെ നമ്മളൊരു പ്ലാനിങ്ങിലാണ് ഇങ്ങനെ നടത്തണം. അതായത് വലിയ കല്യാണവും കാര്യങ്ങളൊന്നും അല്ല, നമ്മള് ചെറുതായിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ റിസപ്ഷൻ അല്ലേ. എന്നാ അത് വലിയ റിസപ്ഷൻ ആണോ അതൊക്കെ എല്ലാനും. ഞാൻ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു സൽക്കാര പരിപാടി പോലെ ആയിരിക്കും. നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ വന്നിട്ടില്ലേ ഒരു ഓക്കെ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാല് കണ്ടറിയണം. കല്യാണം പറഞ്ഞാല് അത് തന്നെയാണ്, ലൈക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കല്യാണം. നിക്കാഹാണ് മെയിൻ ഫംഗ്ഷൻ, അതാണല്ലോ കല്യാണം. അതെ, ഇത് ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് ലൈക്ക് നമ്മള് എന്താണ് കുറച്ച് ഫുഡ് കൊടുത്ത ആൾക്കാരെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്ന സാധനം, അതാണ് ഇനി നടക്കാൻ പോണത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളോരോ കാര്യങ്ങള്. നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അർഷിനും കൊണ്ട്. അപ്പോ കല്യാണത്തിന്റെ ആ ഒരു സമയത്ത് അസറുവിന്റെ ഇതിൽ തോന്നിയ ഇതെന്തൊക്കെയാണ് എനിക്ക്? ഏത് അസറുവിന്റെ ടെൻഷൻ ഉണ്ടായിനോ? ഞാൻ പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽ നോക്കിയില്ല. നല്ല ടെൻഷൻ ഉണ്ടായി, ഫുൾ ടെൻഷൻ. ഞാൻ വീഡിയോ ഉണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ കല്യാണത്തിന് അവനൊക്കെ അറിയില്ല, ചാടി കളിച്ച് ഫുള്ള്. കല്യാണത്തിന്റെ പ്രത്യേകത 4 എല്ലാ ആൾക്കാർ ഒന്നായിട്ട് മാറും, അതാണ് കല്യാണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അസറു നല്ല കുറച്ച് കോസ്റ്റ്യൂം കയറുമ്പോ തന്നെ ആ ഒരു സാധനം മാറും. അതായത് ആൾക്കാർ മൊത്തം ആ ആളെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം വേറെ ആരും ശ്രദ്ധിക്കാല്ലോ, കല്യാണല്ലേ, അപോലെ തന്നെ ശ്രദ്ധിക്കുക. അതിലിപ്പോ നമ്മള് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് ഓൽക്ക് ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അത് നിന്നോൽക്കൊക്കെ അറിയാം. നമ്മളും അതേമാതിരി എന്താണ് നമുക്കപ്പം ചൂടെടുക്കും കൂടി ചെയ്താല് അതിലാറെ ദേഷ്യം കടിക്കും. എനിക്കൊക്കെ അങ്ങനെ. എനിക്കെന്താ ഫീൽ ചെയ്തീനി? ഇഷ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വരാൻ പോകുന്നത്. അന്നിങ്ങനെ നിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കല്യാണ ഡ്രസ്സില് മെയിൻ ക്യാരക്ടറായി നിൽക്കണ ഭയങ്കര ഇഷ്ടം. ആണോ? മെയിൻ ആവുക വെറുതെ. അപ്പോ ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് അർഷീന്റെ പരിപാടിയൊക്കെ വരാണ്ട്. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് വരാണ്ട് കഴിഞ്ഞിട്ട്. അതെ. അപ്പൊ നിങ്ങൾ ചെയ്ത ഗസ്സൊക്കെ ശരിയാണോ ശരിയല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോ നമ്മളെ കല്യാണ ചെക്കനെ കുറിച്ച് ഞാൻ പറയേനെ. നിക്കായിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ കണ്ടു കിട്ടുന്നവർ പോയി കഴിഞ്ഞിട്ട് പോകുന്നില്ല. ഇവരോട് പറഞ്ഞാലോ നിങ്ങള് വിട്ടോളി, ഞാൻ ഇനിയിപ്പോ കൊല്ലക്കല്ല, ഇനിയിപ്പോ എന്തായാലും വന്നതല്ല, ഇനിയിവിടെ ഒന്ന് കൊല്ല കണ്ടിട്ട് വരാം, ചിലപ്പോ മൂന്നാറൊക്കെ പോയി കറങ്ങിയിട്ട് വരാക്കെ പറഞ്ഞാൽ അതേ നേരത്തെ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്. കണ്ടു കിട്ടുന്നവർ നമ്മളുമായി ബന്ധപ്പെടുക, അറിയിക്കുക. വല്ല ഒരു കാണാതൊക്കെ വല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തരാം എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും മാഷാഅല്ലാഹ് നമ്മളെല്ലാവരും അവന് ഹാപ്പിയാണ് ചെക്കൻ്റെ കാര്യത്തിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഓന് കുറെ ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ കരുതി തന്നെ അതിൽ അതങ്ങനെ നമ്മളെ സൈഡിൽ നിന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ ആക്കി കൊടുത്തും ചെയ്ത്. അപ്പൊ അതിൽ നമ്മൾ വൻ ഹാപ്പിയാണ്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളോട് ചെയ്തു കൊടുക്കാണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അസറു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസറിനൊന്ന് വിളിച്ചു, ഒന്ന് കോൾ ചെയ്താ. വ്ളോഗിലാണ് പറയട്ടെ ആദ്യം തന്നെ. കട്ടാക്കി. അപ്പൊ ടൂറിലാണ്. അപ്പോ സുഹൃത്തുക്കളെ ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പൊ നമ്മള് ശല്യപ്പെടുത്തുന്നില്ല, നടക്കട്ടെ. അപ്പൊ ഇനി ഏതായാലും ചെക്കൻ വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം പോലെ. സമയം 11:30 11 മണിയായി. അപ്പൊ ബൈ. അപ്പൊ നമ്മൾ അടുത്ത വ്ളോഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.